ഹായ് ഗായ്സ്, ഇറ്റ്സ് മീ വിദ്യ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഗായ്സ്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. സോ ഇന്ന് ഒരു വെറൈറ്റിയും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഗായ്സ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ ഫസ്റ്റ് ടൈം ട്രൈ ആണ്. ഇതിൽ റിസൾട്ട് കിട്ടുമോ കിട്ടത്തില്ലയോ എന്നൊന്നും എനിക്കറിയാൻ പാടില്ല. എന്നാലും ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ സ്ഥിരമല്ല വല്ലപ്പോഴുമൊക്കെ കഴിക്കുന്നതൊക്കെ സാധനമാണ് ഒരു സംഭവം. പക്ഷെ അതിൻ്റെ ഒരു ഭാഗം നമ്മൾ എടുത്ത് കളയാറാണ് പതിവ്. അത് വെച്ചിട്ട് ഒരു ഗുണവും ഇല്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അതേപോലെ തന്നെ ഇതെന്തിനാ എന്ന് ചിന്തിക്കുന്നവരും ഉണ്ട്. ഇനി ചിലവർ ഇതിനെന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് ചിന്തിക്കുന്നവരുണ്ട് എന്നെ പോലെ. അപ്പം ഞാൻ റീസെൻ്റായിട്ട് അങ്ങനെ ഒരു ഡൗട്ട് തോന്നിയിട്ട് ഞാനൊന്ന് സെർച്ച് ചെയ്തൊക്കെ നോക്കിയപ്പോഴേ എനിക്ക് കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ ഓക്കെ, ഇതിനും എന്തൊക്കെയോ ഗുണങ്ങളുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. എന്താന്ന് ചോദിച്ചാൽ ഇതാണ് സംഭവം. പിസ്തയുടെ തോട്. നമ്മൾ പിസ്ത കഴിച്ചു കഴിഞ്ഞിട്ട് ഈ തോടെടുത്ത് കളയാറാണ് കേട്ടോ പതിവ്. അത് എല്ലാവരും ചെയ്യാറുള്ളതാണ്. ഈ തോട് വെച്ചിട്ട് എനിക്ക് തോന്നി ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുന്ന കുട്ടികൾ ചിലപ്പോൾ ഈ തോട് വെച്ച് എന്തെങ്കിലും ഡെക്കറേഷൻ പരിപാടി ചെയ്യും. പക്ഷെ അതൊന്നും ഇല്ലാത്തവർ, എന്നെ പോലൊക്കെ ഉള്ളവർ ഇതേപോലെ എടുത്ത് കളയാറാണ് പതിവ്. അപ്പം ഞാൻ ഇതെല്ലാം കൂടെ ഒക്കെ കൂട്ടി വെച്ച് ഞാൻ വിചാരിച്ചു ഓക്കെ, എന്തെങ്കിലും ഇതിനുണ്ടോ എന്ന് ഞാനൊന്ന് തപ്പി നോക്കിയപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു കഴിച്ചു. ഈ തോട് വെച്ചിട്ട് ഓരോരോ കോസ്മെറ്റിക് ബ്രാൻഡ്സും വലിയ വലിയ ബ്രാൻഡ്സുകളൊക്കെ ഇല്ലേ, ആ ബ്രാൻഡ്സുകാർ ഈ തോട് വെച്ചിട്ട് ഇതൊരു പൊടിച്ചിട്ട് ഇതിൻ്റെ ഗ്രാനുൾസ് എടുത്തിട്ട് ഒരു എക്സ്പ്ലോയിറ്ററായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ നാച്ചുറലായിട്ട് നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള സ്ക്രബ്ബറായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇത് കോസ്മെറ്റിക് പ്രോഡക്ട്സിൽ ലൈക്ക് മേക്കപ്പ് പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടല്ലോ, ഈ ക്രീംസ്, ലോഷൻസ്, അതിലൊക്കെ ഇതിൻ്റെ പൊടി ആഡ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഇത് ചെറിയൊരു സാധനമല്ല കേട്ടോ. ഇതിന് കുറേ വെളിയിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ വെളിയിലുള്ള ഇൻ്റർനാഷണൽ കമ്പനീസിലൊക്കെ ഒരുപാട് ഇതിൻ്റെ പൊടിയൊക്കെ എടുത്തിട്ട് ഓരോരോ സ്ക്രബ്ബേഴ്സുമായിട്ട്, നാച്ചുറൽ സ്ക്രബ്ബേഴ്സൊക്കെ ആയിട്ട് അവർ ഇറക്കുന്നുണ്ട്. അപ്പം നമ്മുടെ വീട്ടിലൊന്നും വലിയ വലിയ മെഷീൻ ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്കിതൊന്നും പൊടിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഞാൻ വിചാരിച്ചത് ഇത് വെച്ച് നമുക്കൊരു ടോണർ തയ്യാറാക്കാം. ഓക്കെ, ടോണർ എന്ന് പറയുമ്പോൾ അതിൻ്റെതായ പ്രോസസ്സ് ഉണ്ടല്ലോ, എങ്ങനെയാണ് തയ്യാറാക്കുന്നത്. അതേ രീതിയിൽ തന്നെ നമ്മൾ വീട്ടിൽ ഇത് വെച്ചിട്ട് തയ്യാറാക്കാൻ പോവുകയാണ്. സംഭവം റിസൾട്ട് കിട്ടുമോയെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. പക്ഷെ ടോണർ എങ്ങനെയാണ് നമ്മൾ തയ്യാറാക്കുന്നത്, അതേപോലെ നമ്മൾ നല്ല 100% ആയിട്ട് ഒരു ഇതും അല്ലാത്ത രീതിയിൽ നമ്മൾ തയ്യാറാക്കിയിട്ട്, എന്ന് വെച്ചാൽ ആ ക്രമേണ രീതിയിൽ തന്നെ തയ്യാറാക്കിയിട്ട് ആ വെള്ളം തന്നെ ആയിരിക്കും ഇതിൻ്റെ ടോണർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പിസ്തയിലും പിസ്തയുടെ തോടിലും എന്തോ വെച്ചിട്ടാ ഇതിൽ സത്യത്തിൽ ഗുണമുണ്ടോ, ഗുണമില്ലേ, അല്ലെങ്കിൽ ഇത് കുറച്ച് പേര് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ കോസ്മെറ്റിക്സ് ആയിട്ട് റിലേറ്റഡ് ആയിട്ട് കുറച്ച് പേര് ഇത് ഓരോ പ്രോഡക്റ്റ്സ് തയ്യാറാക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾക്ക് എങ്ങനെ അറിയാം ഇത് ഗുണമൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ, സത്യത്തിൽ പിസ്ത എന്ന് പറയുന്ന ഈ ഒരു ഡ്രൈ ഫ്രൂട്ടിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഈ പിസ്ത എന്ന് പറയുന്ന ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് നിറഞ്ഞൊരു സാധനമാണ്. ആൻറ്റി ഓക്സിഡൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ അകത്തുള്ള സെൽസുകൾ ഡാമേജ് ആകുമ്പോൾ, നല്ല രീതിക്ക് ഡാമേജ് ആകുമ്പോൾ ആൻറ്റി ഓക്സിഡൻറ്റ് ലെവൽ അങ്ങ് കുറയും. ഈ ലെവൽ കുറയുന്നതിനനുസരിച്ചാണ് മനുഷ്യർക്ക് ഓരോരോ ക്യാൻസർ പോലുള്ള രോഗങ്ങൾ വരുന്നത്. അപ്പോൾ ആൻറ്റി ഓക്സിഡൻറ്റ് നിറഞ്ഞ രീതിയിലുള്ള ആഹാരങ്ങൾ നമ്മൾ കഴിച്ചാൽ ഇതൊക്കെ നമുക്കൊന്ന് തടഞ്ഞു വെക്കാം. അത്തരത്തിലുള്ള ഒരു ഗുണമുള്ള ഒരു സെറ്റപ്പാണ് ഈ പിസ്ത എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പിസ്തയുടെ തോട് വരുമ്പോഴോ, തോടിനും ഇതേപോലുള്ള ഗുണങ്ങളുണ്ട്. വൈറ്റമിൻ ഇ റിച്ച് ആയിട്ടുള്ളൊരു സാധനമാണ്. വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ സ്കിന്നിന് ആവശ്യമുള്ള ഒരു വൈറ്റമിനിലൊന്നാണ് വൈറ്റമിൻ ഇ എന്ന് പറയുന്നത്. നമ്മുടെ സ്കിന്നിൽ പ്രായമാകുന്നതിനനുസരിച്ച് എന്തെങ്കിലും ചുളിവുകളോ എന്തെങ്കിലും റിങ്കിൾസോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒന്ന് ചെറുപ്പമായിട്ട് നിർത്താനും, ഇത് ഫെയർ ആക്കുന്ന പരിപാടിയൊന്നുമല്ല കേട്ടോ, ചെറുപ്പമായിട്ട് നിർത്താനും, പിന്നെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റാൻ സഹായിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ. അപ്പോൾ പിസ്ത മൊത്തത്തിൽ ഒരു ഡ്രൈ ഫ്രൂട്ട് എടുക്കുമ്പോൾ ആ തോടിനും ഉൾപ്പെടെ ഇങ്ങനത്തെ കുറച്ച് ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി, നമുക്ക് ടോണറായിട്ട് ഒന്ന് ഉപയോഗിച്ച് നോക്കാം. എന്തെങ്കിലുമൊക്കെ ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ലതാണല്ലോ, നാച്ചുറൽ ആയിട്ടുള്ളൊരു സംഭവം തന്നെയല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. അപ്പോൾ ഗൈസ്, നമുക്ക് ആവശ്യമായിട്ടുള്ള ഷെല്ലുകൾ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരുപാട് ഷെല്ല് എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഒരുപാട് ടോണർ കിട്ടും. പക്ഷേ എനിക്ക് കുറച്ച് മതിയായത് കൊണ്ട് തന്നെ ഞാൻ കുറച്ചേ എടുക്കുന്നുള്ളൂ കേട്ടോ. അതെല്ലാം നിങ്ങളുടേതായ ഇഷ്ടമാണ്. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഷെല്ല് എടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഈ പിസ്തയുടെ കുറച്ച് തൊലിഭാഗമൊക്കെ കാണും കേട്ടോ. അതൊന്ന് നിങ്ങൾ മാറ്റണം. മൊത്തവും വൃത്തിയാക്കി ഷെല്ലിനകത്ത് ഒന്നുമില്ലാത്ത രീതിയിൽ തന്നെ വേണം നിങ്ങളത് മാറ്റിയെടുക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് ആവശ്യമുള്ളത് അത്രയും വരെ നിങ്ങൾ ഈ പ്രോസസ്സ് അല്ലെങ്കിൽ ഈ ഒരു പരിപാടി ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഓക്കെ,
എന്നിട്ട് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ വെള്ളം ഉപയോഗിച്ച് ഇത് നല്ലതുപോലെ റിൻസ് ചെയ്ത് നമ്മളൊന്ന് വൃത്തിയാക്കി കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. കൈ ഉപയോഗിച്ച് തന്നെ നല്ല രീതിക്കൊന്ന് ഒന്ന് റിൻസാക്കി കൊടുക്കുമ്പോൾ ഇതിലുള്ള കുറച്ച് ഡേർട്ട്സും ഇമ്പ്യൂരിറ്റീസൊക്കെ കുറച്ചൊക്കെ ഒന്ന് പോകും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് നിങ്ങൾ ആ വെള്ളമൊക്കെ ഒന്ന് മാറ്റി കളഞ്ഞിട്ട് നിങ്ങൾ പിന്നെ ചെയ്യേണ്ടത് വീണ്ടും കുറച്ച് വെള്ളം നിങ്ങൾ ആഡ് ചെയ്യണം. എന്നിട്ട് കുറച്ച് ഒരു ഇത്തിരി ഉപ്പൊന്ന് ആഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കുറച്ചും കൂടെ ഒരു ഡേർട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് നമ്മുടെ തേർഡ് ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ. കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് ഇതേപോലെ തന്നെ കൈ ഉപയോഗിച്ച് നല്ലതുപോലെ വൃത്തിയാക്കി കൊടുക്കുക. എന്നിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഒന്ന് അടച്ച് അല്ലെങ്കിൽ കുറച്ച് നേരം നിങ്ങളൊന്ന് മാറ്റി വെക്കണം. ഒരു 10 മിനിറ്റെങ്കിലും ഒന്ന് മാറ്റി വെക്കണം. എന്നിട്ട് വേണം ബാക്കി പരിപാടി നമുക്ക് ചെയ്യാൻ. ആ 10 മിനിറ്റിന് ശേഷം ബാക്കി വരുന്നത് ഇതേപോലെ ഇരിക്കും. എന്നിട്ട് ഈ വെള്ളം കളഞ്ഞിട്ട് നമ്മൾ ചൂടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാത്രം എടുക്കുക. അതിനകത്ത് എന്തോ ചെയ്യണം, ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ആഡ് ചെയ്തിട്ട് ഒരു 2 തൊട്ട് 5 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ നിങ്ങൾക്കൊന്ന് ബോയിൽ ചെയ്ത് എടുക്കാം കേട്ടോ. കുറച്ച് വേപ്പറൈസ്ഡ് ആയിട്ട് വരുമ്പോൾ തന്നെ നിങ്ങൾ സ്റ്റവ് ഓഫ് ചെയ്യുക. ഭയങ്കര ഹൈ ഫ്ലെയിമിൽ വെക്കൽ, ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. അതെല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം ഇതെല്ലാം തണുത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്കൊരു സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിലേക്ക് മാറ്റുക. ഞാൻ ഈ ഒരു സ്പ്രേ ബോട്ടിലാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഈസി ആയിട്ട് ഇത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ പിസ്ത ഷെല്ല് ഉപയോഗിച്ചുള്ള ടോണർ റെഡിയാണ് ഗൈസ്. ഓക്കെ ഗൈസ്, സംഭവം കൈ കിട്ടിയിട്ടുണ്ട് കേട്ടോ, സാധനം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇത് ഈ ഒരു കളറിലാണ് ഇരിക്കുന്നത്, ഒരു ബ്ലൂയിഷ് ഒരു കളറിലാണ് ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്നറിയാമോ, ഞാൻ ഇത് ഹൈ ഫ്ലെയിമിലാണ് ചെയ്തത്. എന്ന് വെച്ചാൽ നമ്മൾ ഏത് ടോണറും തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം കുറച്ച് കൂട്ടിയാൽ നല്ലതുപോലെ ബോയിലായാൽ വേപ്പറൈസ് ആകുമ്പോൾ തന്നെ നമുക്കതൊന്ന് ഓഫ് ചെയ്യാം. പക്ഷേ ഇത് ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചപ്പോഴത്തേന് ആദ്യത്തെ ഒരു 2 മിനിറ്റൊന്നും കുഴപ്പമില്ലായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴേ അതിൻ്റെ പിസ്തയുടെ തോടിൻ്റെ കളറ് കുറച്ച് ബ്ലൂ ആവാൻ തുടങ്ങി. ആ സമയത്ത് ഞാനങ്ങ് ഓഫ് ചെയ്തു. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇങ്ങനൊരു കളറ് കിട്ടിയേക്കണേ. അപ്പോൾ നിങ്ങൾ അഥവാ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെക്കുക, വളരെ കുറച്ച് നേരം വെച്ചിട്ട് ബോയിൽ ചെയ്യുക. എന്നിട്ട് കുറച്ച് വേപ്പറൈസ്ഡ് ആയിട്ട് വരുമ്പോൾ തന്നെ, എന്ന് വെച്ചാൽ ആവി ഇങ്ങനെ വരുമ്പോൾ തന്നെ നിങ്ങൾ ഓഫ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊരു പെർഫെക്റ്റ് ആയിട്ടൊരു ബ്രൗൺ അല്ലെങ്കിൽ ഒരു വൈറ്റ് കളറിൽ കിട്ടുമായിരിക്കും. വൈറ്റ് കളറായിരിക്കാം, പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഒരു ചിലപ്പോൾ ഞാൻ ഇങ്ങനെ ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ആ ഒരു കളറ് കിട്ടുന്നത്. സോ കറക്റ്റായിട്ട് അറിയത്തില്ല ഗൈസ് ഇതിൻ്റെ കളറും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണെന്ന്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ചെയ്യുവാണെങ്കിൽ ആ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ ചെയ്യരുത്. ഓക്കെ, നമ്മൾ നോക്കുന്ന സമയത്ത് എന്തൊക്കെയോ ആ ഒരു നട്ട്സിൻ്റെയൊക്കെ ഒരു
പേപ്പറിൻ്റെ ഒക്കെ എന്തൊക്കെയോ ഒരു മണം. നമ്മൾ ഈ എർത്തി സ്മെല്ലെന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു മണ്ണിൻ്റെ എന്തൊക്കെയോ ചേർന്നൊരു മണമാണ്. എനിക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. സോ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. പഠിച്ചു പോയാ സത്യമായിട്ട് എനിക്കിതിൻ്റെ സ്മെല്ല് പറയാൻ പറ്റുന്നില്ല. എനിക്കറിഞ്ഞൂടെ ഗൈസ്. ഇത് വല്ല എന്ന് വെച്ചാൽ ഭയങ്കര തികട്ടുന്ന പോലത്തെ ഒരു സ്മെല്ലൊന്നുമില്ല. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെ ഒന്ന് അടിച്ചു നോക്കാം. കണ്ണ് ഇനി ഇങ്ങനെ മൊത്തത്തിൽ ഒന്ന് സ്പ്രേ ചെയ്യാം. ഒരു പ്ലസന്റ് ഫീലിംഗ് ഒക്കെ ഉണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, സംഭവം ഇപ്പോൾ അടിച്ച് നോക്കിയപ്പോൾ ഒരു തണുപ്പ്. അത് ഞാൻ ഇപ്പോൾ ഫ്രിഡ്ജിൽ കുറച്ച് നേരം വെച്ചായിരുന്നു, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. ഓക്കെ, ഇപ്പോൾ നിലവിൽ എനിക്ക് ഇറിറ്റേഷൻ ഒന്നുമില്ല. ബട്ട് ഇതിൻ്റെ റിസൾട്ട് എനിക്കിപ്പോൾ പറയാൻ പറ്റത്തില്ലല്ലോ ഗൈസ്, കാരണം ഇപ്പോൾ അങ്ങോട്ട് യൂസ് ചെയ്തതല്ലേ ഉള്ളൂ. ഒരു 2 വീക്സിനുള്ളിൽ ഒരു അപ്ഡേറ്റ് തരാം, എന്നാലേ കറക്റ്റായിട്ട് പറയാൻ പറ്റത്തുള്ളൂ. ഒരു ദിവസം കൊണ്ടൊന്നും ഇതിൻ്റെ റിസൾട്ട് എനിക്ക് പറയാൻ പറ്റത്തില്ല ഗൈസ്. ഇപ്പോൾ നിലവിൽ ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്തപ്പോഴത്തേനും ഒരു ഫ്രഷ്നെസ് പോലെയൊക്കെ ഒന്ന് തോന്നുന്നുണ്ട് കേട്ടോ. കൊള്ളാം, സാധനം കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള നമ്മൾ റീസൈക്കിളും അല്ലെങ്കിൽ റീയൂസൊക്കെ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട്. നമ്മളത് ചെകഞ്ഞൊക്കെ ഒന്ന് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ അതിൽ ഒരെണ്ണമാണ് ഇടയ്ക്കൊക്കെ ഈ പിസ്തയുടെയൊക്കെ തോട് കഴിക്കുന്ന സമയത്ത് തോട് കളയാണ്ട് തോട് വെച്ചിട്ട് എന്തെങ്കിലും ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇതേപോലെ. പിന്നെ ചെടിക്ക് ചിലവർ പറഞ്ഞേക്കുന്നു മണ്ണിനകത്ത് ഇങ്ങനെ വളമായിട്ട് ഇങ്ങനെ ഇടുന്നുണ്ട്. ഇത് പെട്ടെന്ന് ഡീകമ്പോസ് ആയിട്ട് നല്ലൊരു ഇതായിട്ട് കിട്ടും എന്നാണ് പറയുന്നത്. ഞാൻ ചെയ്തിട്ടില്ല ഗൈസ്, എനിക്കറിയത്തില്ല, ഞാൻ കണ്ടതാണ്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സോ ഇത് ഞാൻ യൂസ് ചെയ്യാം, എന്തെങ്കിലും റിസൾട്ട് ഉണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഗായ്സ് ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ ടോണർ ഇങ്ങനെയാണ് കേട്ടോ ഇരിക്കുന്നത്. ആ ഒരു ബ്ലൂഷ് ബ്ലാക്ക് ആയിട്ടുള്ള സംഭവം അടിയിൽ വന്നൊന്ന് അടിഞ്ഞുകൂടി ഡെപ്പോസിറ്റായിട്ട് ഇരിപ്പുണ്ട്. ദേ നിങ്ങൾ ശ്രദ്ധിച്ചോ അടിയിൽ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ ഏതൊരു ടോണർ, ഞാനൊരു റൈസ് വാട്ടർ ടോണർ തയ്യാറാക്കിയപ്പോഴും ഒരു 2 ദിവസം കഴിഞ്ഞപ്പോഴും ഒരു വെള്ള ഡെപ്പോസിറ്റ് ചെയ്ത് അടിഞ്ഞുകൂടി താഴെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് വലിയ കുഴപ്പമൊന്നുമില്ല. അഥവാ നിങ്ങൾക്ക് ഇങ്ങനെ വന്നാലും വലിയ സീനൊന്നുമില്ല കേട്ടോ, എല്ലാത്തിലും ഇങ്ങനെ വരുന്നതാണ്. ഓക്കെ, സോ നിങ്ങൾക്കിത് പുതിയതായിട്ട് ഒരു ഇൻഫോർമേറ്റീവായിട്ടൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച് ഗൈസ്. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.